ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, സ്ഥിരമായി ചിലരൊക്കെ ചോദിക്കുന്നതാണ്, ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് ഇന്ത്യ എന്തിനാണ് അഭിപ്രായം പറയുന്നത്, പക്ഷം പിടിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആ യുദ്ധം തുടരുമ്പോൾ ഇന്ത്യയിലെ ഹോട്ടൽ മേഖലയിലടക്കം ഇപ്പോൾ ബാധിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പലയിടത്തും ഹോട്ടലുകൾ പൂട്ടേണ്ടി വരുന്ന അവസ്ഥ, ഇന്ത്യയെ സാമ്പത്തികമായിട്ടടക്കം അത് ഞെരുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇനിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാവേണ്ടേ? സാർ നമസ്കാരം. നമസ്കാരം. ലോകത്ത് എത്ര രാജ്യമുണ്ട് സാർ? ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് പറയുന്നവരത് ചില ലക്ഷ്യം വെച്ചിട്ട് പറയുന്നതാണ്. അല്ലാതെ യുദ്ധം ലോകത്തുണ്ടായ എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. യുദ്ധത്തിന് ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താ? മോഡി ആരാ രാജ്യത്ത്? മോഡി അവസാന വാക്കാണോ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ? അങ്ങനെയാണോ? ഇന്ത്യ ഇടപെടണ്ടേ? പല സഹാക്കന്മാരും ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്, ഇന്ത്യ ഇടപെടണ്ടേ? ഇന്ത്യ ഇടപെടുന്നില്ല ഇവരോട് പറഞ്ഞോ? ഇന്ത്യയുടെ വിദേശകാര്യ നയം എന്താണെന്ന് ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണോ തീരുമാനിക്കുന്നത്? ഇവരെന്തർത്ഥത്തിലായി പറയുന്നത്? ഇപ്പൊ തന്നെ എണ്ണ വന്നു എന്ന് പറയുന്നു. അത് എവിടെ ചർച്ച ചെയ്തിട്ടാ, എവിടെ സംസാരിച്ചാ വന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിച്ച് വന്നാണോ? രാഹുൽ ഗാന്ധി സംസാരിച്ച് വന്നാണോ? അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഏത് സമയത്ത് ഇടപെടണം, ഏത് രൂപത്തിൽ ഇടപെടണം, ഇന്ത്യൻ ജനതയുടെ ഇംഗിതം കാക്കാൻ ഏതൊക്കെ രൂപത്തിൽ പെരുമാറണം എന്നുള്ളത് ഇന്ത്യ ഇപ്പൊ ഭരിക്കുന്ന കക്ഷിക്ക് സുഖമായിട്ട് അറിയാം. അതിൽ ആരും വിരളി വിടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ യുദ്ധം ലോകത്തിന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല, എല്ലാവർക്കും പ്രയാസമായി. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മൊണാർക്കി സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോഡിയെ ഇടിച്ച് താറടിച്ച് കാണിക്കണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മോഡി ലോകരാജ്യങ്ങളുടെ അവസാന വാക്കാണോ? ഏതൊക്കെ രാജ്യങ്ങൾ? ലോകരാജ്യങ്ങളുടെ അവസാന വാക്ക് മോദിയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യം എല്ലാ കാലത്തും, നെഹ്റുവിന്റെ കാലം മുതൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം, ലോകരാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, രണ്ടുപേർ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ അതിൽ മധ്യസ്ഥം പറയാൻ, അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ, അങ്ങനെയൊക്കെ ഇടപെടാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു ശാക്തിക ചേരിക്ക് അടിപ്പെട്ട് ജീവിച്ച ഒരു രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യ അങ്ങനെ ഇടപെടണമെന്ന് ആഗ്രഹിക്കും. അതൊരു തെറ്റാണോ? ഇപ്പം അടിമപ്പെട്ടാണോ ഇന്ത്യ രാജ്യം ജീവിക്കുന്നത്? സാറിന്റെ ചാനൽ ഔദ്യോഗികമായി പറയാനാവോ അമേരിക്കക്ക് അടിമപ്പെട്ടാണ് ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് പറയാനാവോ? ഞാൻ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞോ? ഇന്ത്യ ഇടപെടേണ്ട, ഇന്ത്യയിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ലേ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടണം. ഇടപെടാൻ കഴിയുന്ന രാജ്യങ്ങൾ ലോകത്ത് 3-4 ഉള്ളൂ. അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അങ്ങനെ ഇടപെടാനുള്ള ശേഷി തെളിയിച്ചിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇടപെടണമെന്നുള്ള ആവശ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറ്റു രീതിയിൽ കാണുന്നത്? ഞാൻ എങ്ങനെയും കാണുന്നില്ല. ഓരോ കത്തും വാഴ വെട്ടുന്നതെന്ന് പറഞ്ഞ പോലെ ഈ രാജ്യം ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടാവരുത്, ഇന്ത്യക്കാർക്ക് കുഴപ്പമുണ്ടായത്, ഇന്ത്യക്കാരെല്ലാം ആശങ്കയിലിരിക്കുന്നു, ഇവിടെ ഗ്യാസിന് ക്ഷാമം വരുന്നു. സ്വാഭാവികമായും ആളുകൾ ചർച്ച ചെയ്യില്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് പറയുന്നത് എന്താണ്? പക്ഷെ അതിൽ മോഡി ഇടപെടണം എന്ന് പറഞ്ഞില്ല. എന്താർത്ഥമുള്ളത്? മോദി ഇടപെടണമെന്നല്ല, ഇന്ത്യ ഇടപെടണമെന്നാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഇടപെടേണ്ട രൂപത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അവിടുത്തെ പ്രതിപക്ഷം വിരളിപ്പെടേണ്ട ആവശ്യമില്ല. ബാലകൃഷ്ണൻ, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷം കൂടി ചേരുന്നതാണ് രാജ്യം. പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യും. ആശങ്കപ്പെടേണ്ട ഉണ്ടാവും. നമുക്കിവിടെ ഇഷ്ടം പോലെ ഇന്ധനമൊന്നുമില്ല. അതിനുള്ള പ്രശ്ന പരിഹാരത്തിനും സംസ്ഥാന ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മറുപടി പറയാനാവൂല. ശ്രീ ബാലകൃഷ്ണൻ ഒന്നുകൂടി മനസ്സിലാക്കാം, നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ധനം തന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറാൻ നമ്മളിപ്പോ എതിർത്തോ? ഇറാൻ നമ്മളോട് എതിർപ്പ് കാണിച്ചോ? അല്ല, ഞാൻ പറഞ്ഞതാണ്, സൂചിപ്പിച്ചാണ്, താങ്കളുടെ രാഷ്ട്രീയം അറിയുന്നതുകൊണ്ട് സൂചിപ്പിച്ചാണ്. അമേരിക്കക്കാരല്ല ഇന്ത്യക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വന്നിരുന്നത്. ഇറാൻ മറ്റു രാജ്യത്ത് നിങ്ങൾ എണ്ണ വാങ്ങരുത്, അതിന് നിങ്ങൾ തിട്ടൂരമെന്ന് ഏർപ്പെടുത്തിയ രാജ്യമല്ല ഇറാൻ. അവർ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ്. ഇന്ത്യ പ്രവർത്തിക്കുന്നത് അംഗീകരിച്ച് കിട്ടിയാൽ സമ്മതിക്കല്ലോ സംസാരിക്കാൻ? എന്താണ് ഇതല്ലേ സാറിന് ആവശ്യം? എന്താ സാറിന് ഇപ്പൊ കേൾക്കേണ്ടത്? അമേരിക്കയുടെ ഇംഗ്ലീഷനുസരിച്ചാണ് ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് സമ്മതിച്ചു തന്നാൽ സാർ എന്നെ സംസാരിക്കാൻ സമ്മതിക്കും? പറഞ്ഞില്ലല്ലോ ബാലകൃഷ്ണൻ അഭിപ്രായം ഞാനാണ്. പിന്നെ എന്താ സാർ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിലെ ഒരു ഭാഗത്തുണ്ടാകുന്ന വീഴ്ച സാർ ചൂണ്ടിക്കാണിക്കേ. തലശ്ശേരിയിൽ നിന്ന് ശ്രീ ദിവാകരൻ, യുദ്ധം വല്ല രാജ്യത്തും യുദ്ധം നടക്കുന്നതിന് നമ്മളെന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ച മനുഷ്യരാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹോട്ടലുകളെ അടക്കം ബാധിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഗാർഹിക ഉപഭോക്താക്കളെ ആ തരത്തിലേക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പരമാവധി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം സർക്കാരുകളൊക്കെ നടത്തുന്നതൊക്കെയുണ്ട്. പക്ഷേ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ ഈ അവസ്ഥ എല്ലാ കാലത്തും തുടരണമെന്നില്ല. ആ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടേ? താങ്കൾ പറഞ്ഞ പിന്നെ ഷുവർലി ഓഫ് കോഴ്സ് certainly indeed താങ്കൾ പറഞ്ഞ റേറ്റ് 100 on 100. എന്താ പറഞ്ഞാൽ
മനസ്സിലാകണ്ടേ? താങ്കൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ പാർട്ടി മാത്രം ഒരു പാർട്ടി നോക്കുക, പാർട്ടിയെല്ലാം നോക്കാൻ ഒരു ഇന്ത്യന്റെ ഭരണകർത്താവിന് ഉത്തരവാദിത്വം ഇല്ലേ? ഒരു പ്രസിഡന്റിന് സ്ഥാനം, അത് രാഹുൽ ഗാന്ധി ആരായാലും ഏത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ അവര് വരൂല്ലെങ്കിലും ഏത് പാർട്ടി ആയാലും താങ്കൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തിരിയുന്നില്ല. എന്തെന്ന് പറഞ്ഞാല് പിന്നെ എടുത്ത് ട്രസ്പാസ് ചെയ്യുന്നു. എന്താന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഈ ഇന്ത്യ രാജ്യം ഭീമമായിട്ടുള്ള നല്ല വിസ്തൃതമായ രാജ്യവും എല്ലാ രാജ്യവും അംഗീകരിച്ച സാറ് പറഞ്ഞോൾ 4 രാജ്യത്തിന് അതിന് പറയേണ്ട ഇതുള്ളൂ. എന്നിട്ട് ആ ഇന്ത്യ രാജ്യം അതിന് പറയണ്ടേ? ഇപ്പൊ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, ഗ്യാസ് ഇല്ല, ഇനി സാധനത്തിന് വില, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി എല്ലാം. ഒരു പായസം ഉണ്ടാക്കുക ഒരു പ്രാണി പോലെ. പിന്നെ ലോകരാഷ്ട്രം, പിന്നെ ഐക്യരാഷ്ട്ര സഭയും ഈ ലോക സുപ്രീം കോടതി നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. പേടി കൊടുക്കണ്ടേ? എന്തെന്നാ ഇത്? ഇനിയിപ്പോ ഇതിപ്പം എല്ലാം എല്ലാം കൊണ്ടും ഉയർന്നു വരുന്നതല്ലേ? ഇനിയൊരു യുദ്ധം വേണ? 1945 പിന്നെ അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർത്തി. ഇപ്പൊ അതിന്റെ അലിയൊലി കാണുന്നില്ലേ? അത് മനസ്സിലാക്കേണ്ട കഴിവില്ലാതെ ഇത് പാർട്ടി മാത്രം, പാർട്ടിയിലെ ഞാൻ വ്യക്തിക്കാ പ്രാധാന്യം കൊടുക്കണ്ട്. പാർട്ടിയിൽ എല്ലാവരും നല്ലോണം പഠിപ്പുണ്ട്. സാറ് ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ ഒരു ഭാഗത്ത് ഗാർഹിക ഉപഭോക്താക്കളുടെ ഇന്ധന സിലിണ്ടറുകൾക്ക് കാര്യമായ ക്ഷാമം വന്നിട്ടില്ല, ചില നിയന്ത്രണങ്ങൾ പക്ഷേ അപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയാൽ പലപ്പോഴും ഹോട്ടലുകളെ ആശ്രയിച്ച് ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ട്. ഈ വരും ദിവസങ്ങളിൽ എന്താവും എന്നുള്ള അറിയില്ല. അങ്ങനെ വലിയ ആശങ്കയിലാണ് നമ്മൾ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് പഴയതുപോലല്ല, ഗ്യാസ് കുറ്റിയുടെ മറ്റേ ഉപയോഗം കൂടിയില്ലേ, എല്ലാ വീട്ടിലും ആയില്ലേ. എന്താ സംഭവിക്കും? ഇപ്പൊ ഗാർഹിക ആവശ്യമുള്ള കുറ്റിക്ക് കുറവൊന്നുമില്ല. അത് ഈ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞ് ഉണ്ടാക്കണമല്ലേ. എന്താ സംഭവിച്ചാൽ ഇവിടെയുള്ള വീടുകൾക്കിടെ ആൾക്കാരൊന്ന് കുറ്റി എടുത്തിട്ട് പോകും. എന്നിട്ട് ഒരു 500 രൂപ കൂടുതലും കൊടുക്കും. കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോക്കാർ കൊണ്ട് ഈ തട്ടുകടയൊക്കെ കൊണ്ട് കൊടുക്കുക. അതാണ് ഈ ആളുകൾ ഭ്രാന്ത് പിടിച്ച് ഓടി കിടന്ന് ആ ഏജൻസി ചെന്ന് ഗ്യാസ് കുറ്റി, അല്ലാണ്ട് വേറെ വീടുകളിൽ ഗ്യാസ് ഉണ്ടെന്നേ ചുമ്മാ കണ്ട് പ്രശ്നം ഉണ്ടാക്കണമല്ലേ. ഈ കുറ്റി മേടിച്ചോണ്ട് പോവാ, 500 രൂപ കൂടുതൽ കൊടുക്കും. അങ്ങനെ സംഭവം ഉണ്ടോ? മാസം 2 എടുക്കുമല്ലേ. അപ്പൊ ആളുകൾ വന്ന് എടുത്തോണ്ട് അപ്പൊ 1000 രൂപ കിട്ടും. ഈ അവസരം മുതലാക്കി ഇങ്ങനെ കച്ചവടം നടത്തുന്ന പല ആളുകളുമുണ്ട്. അത് ശരിയല്ല ഇഷ്ടം പോലെ ആവർത്തിച്ച് പലപ്പോഴും ആളുകൾ പറയും ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ള പരിപാടിയുള്ള ചിലരൊക്കെ അങ്ങനെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും ശരിയല്ല. അങ്ങനെയുള്ള എവിടെയെങ്കിലും നിങ്ങളുടെ അറിവിലൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് ഞങ്ങളുടെ ചാനലിൽ അറിയിച്ചാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാം. ഒരു കാരണവശാലും അങ്ങനെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് വമ്പൻ ലാഭം നോക്കി പൂഴ്ത്തു വെക്കുക, അതുകൊണ്ട് മറച്ചു വെക്കുക, അത്തരം പ്രവൃത്തിയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് മനുഷ്യനെ ഒരിക്കലും ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഗൗരവമായ പ്രശ്നങ്ങൾ തന്നെയാണ് സാർ, ഇത് ഗൗരവം തന്നെയാണ്. ഇപ്പോ 4 ദിവസമായി ഞാൻ ഇവിടെ വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരു നമ്പറിലും അടിച്ചിട്ട് യാതൊരു റിപ്ലൈയും ഇല്ല. ഗവൺമെന്റ് ഏതോ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല. പിന്നെ ഇത് ഒരു ഹോട്ടലുകൾ ഒക്കെ അടച്ചു പൂട്ടുക എന്ന് പറയുമ്പോൾ ആ ഹോട്ടലുടമൊക്കെ അവിടെ ഭക്ഷണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.